ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന അവിടെ നിൽക്കുന്നതിനെക്കുറിച്ച് കനകയ്ക്ക് നല്ലൊരു സംശയമുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പല ദാമ്പത്യ ബന്ധവും തകരുന്നത് പോലെ ഇവരുടെ ദാമ്പത്യ ബന്ധവും തകരുമോ എന്നുള്ളതാണ് അവരുടെ പേടി. പക്ഷേ ജയൻ പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ആദർശ ലൈഫിൽ എന്നെയും അവൻ്റെ അച്ഛനും അവൻ്റെ മുത്തശ്ശനെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ കുട്ടിക്കാലം തൊട്ടേ അവൻ്റെ അമ്മ അവന് ഒരുപാട് അസുഖക്കാരനായിരുന്ന അവനെ ഒരുപാട് ലാളിച്ചിട്ടും അതുപോലെ അത്രയും ട്രീറ്റ്മെൻറ്റ് കെയറൊക്കെ കൊടുത്ത് വളർത്തിയത് കൊണ്ട് തന്നെ അമ്മയെ വേദനിപ്പിക്കാൻ അവന് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർ മക്കളെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള പണിഷ്മെൻ്റൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മോൾ കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ അല്ലേ? കനക അത് സമ്മതിക്കുന്നുണ്ട്. ജയനും അത് തന്നെയാണ് പറയുന്നത്. അച്ഛൻ്റെ തീരുമാനം അങ്ങനെ തന്നെയാണ്. അതേസമയം മുത്തശ്ശൻ്റെ കൈ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എണ്ണ ഇട്ടിട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മോളില്ലാത്തത് കൊണ്ട് ഇതൊക്കെ തനിക്ക് വലിയ ബുദ്ധിമുട്ടായല്ലേ? അതൊന്നും സാരമില്ല, മോള് കുറച്ച് ദിവസം മോളുടെ വീട്ടിൽ നിൽക്കട്ടെ. മുത്തശ്ശിയും പറയുന്നുണ്ട്, എങ്കിലേ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ പഠിക്കുള്ളൂ. അതൊക്കെ കേട്ടുകൊണ്ടാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം മുത്തശ്ശനും പറയാണ്, അത് തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പം കയറി വന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നയന ഇവിടുന്ന് പോയതിനു ശേഷം അവൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും മുത്തശ്ശി ഏറ്റെടുത്തല്ലേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവളിവിടെ വരുന്നതിന് മുമ്പും ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെയല്ലേ മോനെ? അപ്പോൾ ആദർശ് പറയാണ്, അല്ല, അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അവിടെ നിർത്താനല്ലല്ലോ. അതുകൊണ്ടേ മുത്തശ്ശിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളോട് വിളിച്ചു പറ ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ. അപ്പം മുത്തശ്ശി ആദർശിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ വീട്ടിലേക്ക് പോവാറില്ലേ? സാധാരണ അങ്ങനെയുള്ള പെൺകുട്ടികളെയും കൂട്ടി അവരുടെ ഭർത്താക്കന്മാരാണ് പോവാറുള്ളത്. എന്നിട്ട് അവിടെ 1-2 ദിവസം താമസിക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ അത് നടക്കില്ല. പിന്നെ മോൾക്ക് മോളുടെ വീട്ടിൽ പോയി നിന്നൂടെ? അപ്പോൾ ആദർശിന് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ പറയാണ്, അല്ല, എനിക്കവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ മുത്തശ്ശിയുടെയും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രയാസം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എനിക്കൊരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാ. ആദർശ് സന്തോഷമുള്ളതുപോലെ ശ്രമിക്കുകയാണ്. പക്ഷേ മുത്തശ്ശനും കാര്യം മനസ്സിലാകുന്നുണ്ടായിരുന്നു, അവൻ്റെ ആ ഒരു പരിങ്ങലും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് മനസ്സിലായി. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ടിട്ട് വിഷമമുള്ളതായിട്ട് മുത്തശ്ശിക്ക് തോന്നിയോ? അപ്പം മുത്തശ്ശൻ പറയാണ്, ഏയ്, നിനക്കൊരു കുഴപ്പമില്ല, നീ പറഞ്ഞതാ സത്യം, നീ ഭയങ്കര ഹാപ്പിയാ. അവള് ഭയങ്കര അഹങ്കാരിയാ. എന്നോട് പോലും ഒരു വാക്ക് പറയാതെയാ ഇളയമ്മയുടെ കൂടെ കല്യാണം വിളിക്കാൻ പോയിട്ട് അവളുടെ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരുത്തിയെ ഒരു കാരണവശാലും മുത്തശ്ശിയോ മുത്തശ്ശനോ തിരിച്ചു വിളിക്കാൻ പാടില്ല. അപ്പം തന്നെ മുത്തശ്ശി കളിയാക്കുന്നുണ്ട്, അപ്പോൾ വിളിക്കണം ഇപ്പം പറഞ്ഞതോ? അത് പിന്നെ മുത്തശ്ശിൻ്റെയും വിഷമം കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ആദർശന് നയനയില്ലാതെ പറ്റുന്നില്ല എന്ന്. പക്ഷെ വെറുതെ ആദർശന് അവരും കളിയാക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴാ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നേ. ആദർശ് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയാണ്, ഞാനാണെങ്കിൽ കൂർക്കം വലിച്ചാ ഉറങ്ങുന്നത്. ആദർശ് ഭയങ്കര സന്തോഷത്തിലാണെന്ന് അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ നിന്റെ കൂർക്കം വരെ ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? അപ്പോഴാണ് അവന് പറഞ്ഞതിലൊരു ചെറിയ അമളി പറ്റിയെന്ന് മനസ്സിലായത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആ കൊച്ചു പോയത്, അതിന് ഉറക്കം കാണത്തില്ല ചിലപ്പോൾ. മുത്തശ്ശി കളിയാക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ അവൾ പറഞ്ഞോ? എനിക്ക് മുമ്പ് കുറച്ച് കൂർക്കം വിലയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതൊക്കെ മാറി. അപ്പം മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, അങ്ങനെ എന്തോ മോള് പറഞ്ഞായിരുന്നു അല്ലേ, ഇവൻ്റെ കൂർക്കം വലി കാരണം പലപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്? അത് കേട്ടപ്പോൾ ആദർശന് ചെറുതായിട്ടൊരു ടെൻഷൻ കയറാണ്, ഇവരത് അറിഞ്ഞോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം മുത്തശ്ശിയും വിട്ടുകൊടുക്കുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, ആ, അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കും തോന്നുന്നു. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ രോഗം ഇതുവരെ മാറിയില്ലേ? എന്നാ അവക്കത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എന്തായാലും മോള് ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാ അല്ലേടോ വസുന്ധരെ? അതെ, ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ മോള് ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിക്കുന്നേ, മുത്തശ്ശി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം ബുദ്ധിമുട്ടിയാലും മോള് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് അറിയാതെ തോന്നിപ്പോവും. അപ്പോൾ ആദർശന് ചെറുതായിട്ടൊരു വിഷമം തോന്നുകയാണ്. ഒരു രക്ഷയുമില്ലേ നയനെ ഇവിടെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ കെട്ടിക്കയറി കിടക്കുന്ന സ്വഭാവം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കില്ല. അവർ കുറേയൊക്കെ ഫ്രീ ആണ്. അങ്ങനെ നടന്നിരുന്നയാളാണ് നയനമോള്. സ്വന്തമായിട്ട് അതിനൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം അതിനാകെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി. അതിനൊന്നും ആദർശന് മറുപടിയില്ല. സത്യമാണെന്നുള്ളത് അവനും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം മുത്തശ്ശൻ കുറച്ച് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ അങ്ങനെ കിടക്കേണ്ട ഒരു കുട്ടിയാണോ നയനമോള്? എടാ, നമ്മുടെ കമ്പനിക്ക് തന്നെ മോള് കാരണം കോടികളുടെ ബിസിനസ്സല്ലേ ഉണ്ടായത്. അങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വരയ്ക്കാൻ അറിയോ? നീ ഒരുപാട് തവണ അതിൻ്റെ ക്ലാസ്സിന് പോയതല്ലേ. പിന്നെ ഇവിടെ ആകെ കുറച്ച് വരയ്ക്കാൻ അറിയാവുന്നത് അഭിക്കാണ്. എന്നിട്ടും അവനടക്കം നിങ്ങൾക്ക് ആർക്കെങ്കിലും മോള് വരയ്ക്കുന്നത് പോലെ വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് എന്താ ചെയ്തത്? അവളെ അടുക്കളയിൽ ഒതുക്കി. അപ്പോൾ പിന്നെ മോള് സ്വാതന്ത്ര്യം ആഗ്രഹിക്കില്ലേ? പക്ഷെ എന്നിട്ടും ആദർശ് പിടിവിട്ട് കൊടുക്കുന്നില്ല. ആദർശ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അപ്പം ചുരുക്കി പറഞ്ഞാൽ മുത്തശ്ശിക്കും മുത്തശ്ശനും അവൾ പോയത് നല്ലതായി എന്നാണ് അഭിപ്രായം.
തങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും ആദർശനൊന്നും മനസ്സിലായില്ല എന്നുള്ളത് അവരെ രണ്ടുപേർക്കും ചെറുതായിട്ടൊരു ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെങ്ങനെ അഭിപ്രായപ്പെടാനാ? നയനമോൾ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള വെളിച്ചം ഇപ്പോൾ ഈ വീട്ടിലുണ്ടോ? അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ അതെ, ഇപ്പോൾ കറുത്ത വാവ് വന്ന പോലെ ഏത് നേരത്തും ഭക്ഷണത്തിന് പോലും ഒരു രുചിയും ഇല്ല. അത് കേട്ടപ്പോൾ ആദർശന് പിന്നെ ഒരു പ്രതീക്ഷ വരികയാണ്. അപ്പം പിന്നെയും അഹങ്കാരത്തോടെ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്, അവളെ വേണമെങ്കിൽ പോയി തിരിച്ചു വിളിക്കാമെന്ന്. അപ്പം മുത്തശ്ശൻ തീർത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും അവളെ തിരിച്ചു വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നീ വേണമെങ്കിൽ പോയി വിളിക്ക്. ആദർശ് പറയാണ്, ഞാൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല. അതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പം മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, തനിക്ക് കാര്യം മനസ്സിലായോ? അവന് നയനമോളില്ലാതെ പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് വിളിപ്പിക്കാനുള്ള അടവാ, നമ്മൾ ഒരിക്കലും വിളിക്കരുത്. മുത്തശ്ശനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കുറച്ചു നാൾ മാറി നിൽക്കുമ്പോൾ അവന് നയനമോളുടെ വില പൂർണ്ണമായും മനസ്സിലാവും. മുത്തശ്ശിയോ അത് അംഗീകരിക്കുന്നുണ്ട്. ആദർശ് പോയിട്ട് ദേവയാനിയുടെ മുറിയുടെ വാതിൽ തുറന്ന് ദേവയാനിയെ തട്ടി തട്ടി വിളിക്കുകയാണ്, അമ്മേ അമ്മേ അമ്മേ. അപ്പോൾ ദേവയാനി ദേഷ്യത്തോടെ ഉറക്കത്തുനിന്ന് ചാടി എഴുന്നേറ്റിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട്, എന്താ മനുഷ്യനെ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ? അതമ്മേ. അപ്പം ദേവയാനി സങ്കടത്തോടെ പറയാണ്, ഇന്നലെ 10-12 മണി കഴിഞ്ഞു, ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങിയപ്പോൾ. ആ സമയത്ത് നല്ല തലവേദനയുണ്ടായിരുന്നു, അതുകൊണ്ട് ഉറക്കവും വന്നില്ല. ഇപ്പോഴാണ് ഒന്ന് മയങ്ങിയത്. അപ്പോൾ ആദർശ് കുറച്ചൊരു പേടിയോട് പറയാണ്, അമ്മയെ സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. അയ്യോ 8 മണി കഴിഞ്ഞോ? എന്നിട്ട് നീ എന്ത് ഇതുവരെ എന്നെ വിളിക്കാതിരുന്നത്? ഇപ്പോൾ വിളിച്ചിട്ട് തന്നെ ഇതാ അവസ്ഥ. അപ്പോൾ പിന്നെ നേരത്തെ വിളിച്ചിരുന്നെങ്കിലോ? നയന ഇവിടെ ഇല്ല. ആ സമയത്ത് അവളുടെ അമ്മ അടുക്കളയിൽ കയറുമ്പോൾ അത് തടയാത്തതാ നല്ലത്. ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ദേവയാനി വേഗം ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, അതൊന്നും വേണ്ട. എന്തിനാ അവൾ അടുക്കളയിൽ കയറുന്നേ? അവളും അവളുടെ മോളും ഒന്നും ഇവിടെ വേണ്ട. എനിക്കറിയാം എല്ലാം ഉണ്ടാക്കാൻ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് പിന്നെ 8 മണിക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതല്ലേ. എന്ത് ചെയ്യാനോ? ആ ബോധം ഉണ്ടെങ്കിൽ ഒരു 6 മണിക്കെങ്കിലും നീ എന്നെ വിളിക്കണ്ടേ? അമ്മ തലവേദനയായിട്ട് വൈകിയല്ലേ ഉറങ്ങിയെന്ന് പറഞ്ഞത്, പിന്നെ ആ സമയത്ത് വിളിച്ച തലവേദന കൂടില്ലേ? എടാ, എൻ്റെ ഏറ്റവും വലിയ തലവേദന നിൻ്റെ ഭാര്യ. അതിനപ്പുറം വേറൊരു തലവേദന എനിക്കില്ല. അതുകൊണ്ട് നീ വിളിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയേനെ. ഇതിപ്പോൾ വെറുതെ എനിക്ക് പേര് ദോഷം കൽപ്പിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് മുഖം വെറുപ്പിച്ചുകൊണ്ട് ദേവയാനി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ആദർശ് വിചാരിക്കുന്നുണ്ട്, അവളില്ലാത്തത് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതേസമയം ദേവയാനി അടുക്കളയിൽ വരുമ്പം കനക നല്ല തകൃതിയായ പാചകത്തിലാണ്. അങ്ങോട്ടേക്ക് ദേഷ്യത്തിൽ വന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഡി നിന്നോട് ആരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞേ? കനക ഞെട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാചകമൊക്കെ കഴിഞ്ഞു. ഇവിടെ എല്ലാവരും രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരല്ലേ. ഈ സമയത്ത് എണീറ്റുണ്ടാക്കിയാൽ ആർക്കും 10 മണിവരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ആദർശ് മോൻ്റെ തലയിൽ തേക്കുന്ന എണ്ണ തീർന്നുപോയി. മോനുള്ള എണ്ണ ഞാനിപ്പോൾ കാച്ചിക്കൊണ്ടിരിക്കുന്നേ. ഇന്നലെ രാത്രി പാത്രമെങ്കിലും ഞാൻ കഴുകി വെക്കാമെന്ന് പറഞ്ഞതാണല്ലോ, എന്നിട്ട് അതിനും സമ്മതിച്ചില്ല. കിടന്നപ്പോൾ ഒരുപാട് വൈകിയല്ലേ? കനക്കൊന്ന് ചിരിച്ചോട് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീയേ കുറേ കളിയാക്കണ്ട. കുറേ നാളുകൾക്ക് ശേഷമാണ് അടുക്കളപ്പണിയും വീട്ടുജോലിയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. എന്ന് വെച്ച് ഇനിയുള്ള ദിവസം അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ കനക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചെറിയ വീടല്ല, വലിയ വീടാ. അതുകൊണ്ട് തന്നെ 3-4 പേര് ഒരുമിച്ച് ജോലിയെടുത്താലും ഇവിടുത്തെ ജോലിഭാരം തീരില്ല. അതാ എൻ്റെ നയനമോള് ഒറ്റയ്ക്ക് ചുമലിലേറ്റ് നടന്നത്. അന്ന് സഹായത്തിന് പോലും ആരും വന്നിട്ടില്ല. പിന്നെ അവൾക്ക് ജോലി ചെയ്യാൻ മടിയില്ലാത്തത് കൊണ്ട്, അവൾ ചെറുപ്പമായതുകൊണ്ട് ക്ഷീണമൊന്നും അറിഞ്ഞില്ലെന്ന് മാത്രം. രാത്രി 10 മണിക്ക് അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന എൻ്റെ മോളെ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. അതറിയോ എൻ്റെ ദേവയാനിക്ക്? അത് കേട്ടോ ദേവയാനിക്ക് ദേഷ്യം വരികയാണ്. നീ അവളെ കൂടുതൽ പുകഴ്ത്തൊന്നും വേണ്ട. അവളാണ് ഈ വീടിൻ്റെ ഐശ്വര്യവും മഹാലക്ഷ്മി എന്നൊന്നും പറയുകയും വേണ്ട. അവളെ ഈ വീടിന് ഇനി ആവശ്യമില്ല, അത്രയും നീ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ മോനും അതൊക്കെയായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുക ദേവയാനി പറയാം. അപ്പോൾ കനക കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ പൊരുത്തപ്പെട്ടോ എന്ന് നല്ല സംശയമുണ്ട്. സ്വന്തം മോനെ കാച്ചി എണ്ണ വേണമെന്ന് പോലും സ്വന്തം അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിൻ്റെ മോള് വരുന്നതിന് മുന്നേ അവൻ കാച്ചിയ എണ്ണയും കൊണ്ടായിരുന്നില്ല കുളിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ അന്ന് ചെയ്തു കൊടുക്കാൻ ഇവിടെ ജോലിക്കാരികളുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ അതൊന്നും അറിഞ്ഞു കാണില്ല. കനക കളിയാക്കുകയാണ്. അല്ലാതെ ആദർശ് മോൻ്റെ അമ്മയാണ് ഇക്കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും അറിയാതിരിക്കില്ലായിരുന്നു. ഇന്നലെ തന്നെ എണ്ണ കാച്ചി കുപ്പിയിലാക്കിയനെ. അമ്മമാരുടെ പ്രാധാന്യം മക്കൾ അറിയുന്നതേ അവർ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് കഴിയുമ്പോഴാ. അതുവരെ ആരും ഒന്നും അറിയില്ല. അമ്മയ്ക്ക് എന്താ ഭാരിച്ച് ഇത്രയും പണിയെന്നായിരിക്കും എല്ലാവരും അതുവരെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും. അപ്പോൾ ദേവയാനി പറയട്ടെ, നീയേ കൂടുതലായിട്ടൊന്നും സംസാരിക്കണ്ട. ഇനിയുള്ള പണികളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ശരി, ഇനി ഉച്ചഭക്ഷണത്തിൻ്റെ പണിയേ ഉള്ളൂ. ദേവയാനി ശരിക്കും ചമ്മിയിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ ജലജ നല്ല ഉറക്കത്തിലാണ് സോഫയിൽ ഇരുന്നിട്ട്. ഇവളുടെ ഒരു ഉറക്കം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. ഡി ജലജെ, കാര്യങ്ങൾ ഒരു സമയത്ത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പഠിക്കണം. സമയത്തിനായിരുന്ന നിൻ്റെ വിചാരം? അയ്യോ, ഇന്നലത്തെ കാര്യം ഏട്ടത്തിക്ക് അറിയാലോ. ജോലി ചെയ്ത് മനുഷ്യൻ്റെ നടുവൊടിഞ്ഞു. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ നടുവിന് മാത്രമല്ല തലയ്ക്കുണ്ട് പ്രശ്നം. അപ്പോൾ ജലജ പറയാം, അത് നേരത്തെ ഉണ്ടല്ലോ. എന്താ പറഞ്ഞേ? അല്ല, ഏട്ടത്തിക്ക് മുൻപും തലവേദന വരാറുണ്ടല്ലോ.
പണി ചെയ്യാതെ ഇരുന്നിട്ട് പണിയെടുത്തവരാ നമ്മൾ, അതിൻ്റെതായ ക്ഷീണം എന്തായാലും കാണും എന്ന് വെച്ച് തോറ്റു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടത്തി ഒരുത്തിയെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നത് നമ്മൾ കഷ്ടപ്പെടാനാണോ? പോരാത്തതിന് അവളുടെ അമ്മയും ഇവിടെ ഇല്ലേ, അവർക്കൊക്കെ വെച്ച് വിളമ്പലാണോ നമ്മുടെ പണി? എന്നാൽ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഒരു വാശിയോടെ എല്ലാം ഏറ്റെടുത്തിട്ട് ഇപ്പം എന്തിനും ഇങ്ങനെ പറയുന്നേ? മതി ഉറങ്ങിയത്, വാ. ഏട്ടത്തി ഇതുപോലൊരു പടഭണ്ഡാരം പോലത്തെ വീട്ടിലെ ജോലി നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ജലജ ചോദിക്കുകയാണ്. കുറച്ച് ദിവസം കൂടി ഇതുപോലെ മുന്നോട്ട് പോയാൽ നമ്മൾ വടിയാവും, എന്നാലും കുഴപ്പമില്ല. ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കണം, അതെൻ്റെ ഒരു വാശിയാ. ഞാൻ കരുതി ഇന്നത്തോടെ ഏട്ടത്തി ഇതൊക്കെ അവസാനിപ്പിക്കുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു ടേസ്റ്റും ഇല്ലെന്ന് ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ അടുക്കളയിൽ കയറണ്ടെന്ന് ഇവിടെ ഉള്ളവരെല്ലാം പറയുമെന്നാണ് ഞാൻ കരുതിയത്. ഒക്കെ പാളിപ്പോയല്ലോ ഏട്ടത്തി. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്കാണെങ്കിൽ രാവിലത്തെ ഒരു ക്ഷീണേ ഉള്ളൂ, ഇനി കുഴപ്പമൊന്നുമില്ല. നീ എൻ്റെ ഒരു സഹായത്തിന് വന്നാൽ മതി, പെട്ടെന്ന് വാ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി കഴിഞ്ഞ ജന്മത്തിൽ ജോലി ചെയ്യാതെ ഒരുപാട് സുഖിച്ചിട്ടുണ്ട്, അതാ ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ പറ്റുന്നത്. മീനാക്ഷിയെ പറഞ്ഞു വിട്ടതും ഏട്ടത്തിയാണ്, അതിന് ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. എന്നാലും എന്നും വന്നുകൊണ്ടിരുന്നവൾ ഇപ്പോൾ എപ്പോഴെങ്കിലും ആയില്ലേ? ആര് തെറ്റ് ചെയ്താലും ഞാൻ പ്രതികരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോഴേക്കും ആദർശനുള്ള കാച്ചിയ വെളിച്ചെണ്ണയുമായിട്ടാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത്. അതവനെ ഏൽപ്പിച്ചിട്ട് കനക പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മോൻ്റെ അപ്പച്ചിയും അമ്മയും കൂടെ നോക്കി നടത്താമെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണല്ലേ? ആ, കുറേ കാലമായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് മറന്നുപോയതായിരിക്കും. ആദർശ് അവരെ സപ്പോർട്ട് ചെയ്യാണ്. ശരി എന്നും പറഞ്ഞുകൊണ്ട് കനക ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകണം. അത് കേട്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ദേവയാനി ആദർശനോട് ചോദിക്കുന്നുണ്ട്, ഇടാ എന്താ അവൾ പറഞ്ഞത്? ഏയ് അമ്മ കാച്ചിയ എണ്ണയുമായിട്ട് വന്നതാ. ഇതൊന്നും നയനയോട് പറയേണ്ട കാര്യമില്ലായിരുന്നു, അവളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തേനെ. എന്നാൽ പിന്നെ നീ അവളെ വിളിക്ക്, അവളെ നീ കെട്ടിക്കൊണ്ട് വന്നത് അവളുടെ വീട്ടിൽ നിർത്താനല്ലല്ലോ, ദേവയാനി ചോദിക്കുകയാണ്. എന്നാൽ പിന്നെ അമ്മയ്ക്കങ്ങ് വിളിച്ചൂടെ? ആദർശം പറയാണ്. അപ്പോൾ ദേവയാനി മുഖം മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കനക മാറിയെന്ന് കേൾക്കുകയാണ്. ഞാനാണോ നിന്റെ ഭാര്യയെ വിളിക്കേണ്ടത്? ദേവയാനി ചോദിക്കുന്നുണ്ട്. അല്ല, നയന ഇവിടെ വന്നു കഴിഞ്ഞാലും അവൾക്ക് മരുമോളുടെ സ്ഥാനമൊന്നും അമ്മ കൊടുക്കില്ലല്ലോ. ഓ അത് ശരി, അതുകൊണ്ടാണോ അവൾ ഈ വീട് വിട്ട് പോയത് നമ്മളോടൊന്നും പറയാതെ? അല്ല, അവൾ പോയി കഴിഞ്ഞ ശേഷം അമ്മയും അപ്പച്ചിയും കൂടി വാശിയോടെ ഈ വീട് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെതിന് ഇപ്പം അവൾ വിളിക്കാൻ പറയുന്നേ? ഇപ്പം ഇവിടെ ഒരു ജോലിക്കാരിയില്ല, ഞാൻ അവൾക്കൊരു ജോലിക്കാരിയുടെ പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ദേവയാനി വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മീനാക്ഷിയോട് എല്ലാ ദിവസവും വരാൻ പറ, അപ്പോൾ പിന്നെ ഈ പ്രശ്നം അങ്ങ് തീരുമല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. നയനെ മീനാക്ഷിയൊന്നും ഇല്ലെങ്കിലും ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നന്നായിട്ടറിയാം. അവളുമാരൊക്കെ അവളുടെ പാട്ടിന് പോയിക്കോട്ടെ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ അമ്മ വന്ന് പറഞ്ഞത് അവളെ വിളിക്കണമെന്ന്? അത് ഞാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. കനക ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. എല്ലാവരും പെട്ടെന്നുള്ളത് കനകക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ദേവയാനി ആദർശനോട് പറയാണ്, എടാ അവൾ ഡിമാൻഡ് ഇടുവാ. പലതവണ ഈ വീട്ടിൽ നമ്മളെ പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഇവിടെ ഉള്ളവരാ അവളെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയത്. അതുകൊണ്ടെന്താ, അവൾക്കൊരു ധാരണയുണ്ട് എല്ലാവരും അവളെ അങ്ങോട്ട് ചെന്ന് വിളിക്കുമെന്ന്. അതിൻ്റെ ഒരു ധാർഷ്ട്യം അവൾ കാണിക്കുന്നത്. എടാ അർഹതയില്ലാതെ കയറി വന്നള് നമ്മളെ ഇട്ട് പാവ കളിപ്പിക്കുക. ദേവയാനി അതും പറഞ്ഞ് ദേഷ്യത്തോടെ പോവാണ്. അപ്പോൾ ആദർശ് വിചാരിക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്, അവളെ ഒന്ന് വിളിച്ചാലോ? ആദർശ് നയനയെ കോൾ ചെയ്യുമ്പോൾ അവൾ വിഗ്രഹത്തിന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഫോൺ എടുത്തിട്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നമ്പർ തെറ്റി വിളിച്ചതാണോ? അല്ല, ഞാൻ നിന്നെ തന്നെ വിളിച്ചതാ. മീനാക്ഷി ചേച്ചി ഇവിടെ ഇല്ല, അവർ വല്ലപ്പോഴും ഇപ്പോൾ വരുന്നത്. അതറിഞ്ഞു വെച്ചിട്ടല്ലേ നീ പോയത്? ആദർശ് കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അപ്പം നയനക്കും നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. മീനാക്ഷി ചേച്ചിക്ക് പകരമാവാനേ ഇനി എന്നെ കിട്ടത്തില്ല. എനിക്കൊരു ജോലിക്കാരിയുടെ പോസ്റ്റ് വേണ്ട, എനിക്കൊരു മരുമകളുടെ, ഒരു ഭാര്യയുടെ പോസ്റ്റ് മതി. അതെ, ഉടനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആദർശ് ദേഷ്യത്തോടെ പറയാണ്. എങ്കിലേ ഉടനെ ഒന്നും ഞാൻ വരാൻ പോകുന്നുമില്ല. എന്തിനാ പിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? നയന ദേഷ്യത്തോട് ചോദിക്കുകയാണ്. അത് വെറുതെ വിളിച്ചതാ, നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി. അവിടെ സ്ഥിരമായിട്ട് നിൽക്കുവാണെങ്കിൽ സന്തോഷം. അപ്പം നയന ദേഷ്യത്തോട് പറയുന്നുണ്ട്, അതെ അത് പറയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ട, എത്ര ദിവസം നിൽക്കണമെന്നൊക്കെ എനിക്കറിയാം. ആ എന്നാൽ സ്ഥിരമായിട്ട് അവിടെ നിന്നോ. ആദർശ് പറയാണ്. എന്നോടെ ഇന്നത് ചെയ്യണമെന്നൊക്കെ ആജ്ഞാപിക്കേണ്ട കാര്യമില്ല. നയന ദേഷ്യത്തോടെ കോള് കട്ടിയാണ്. അപ്പോൾ ആദർശ് വിചാരിക്കുന്നുണ്ട്, അവളുടെ കോർട്ടിലാണ് പന്ത് കിടക്കുന്നത്, അവൾക്ക് ഇഷ്ടം പോലെ അത് തട്ടിക്കളിക്കാം. അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പന്തികേടിലാവും. കനക എല്ലാവർക്കും ഭക്ഷണം വിളമ്പാണ്. ആദർശനോട് ചോദിക്കുന്നത്, രുചിയുണ്ടോ മോനെ? ആദർശ് തലയാട്ടാണ്. അപ്പോൾ ജയനും പുഞ്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലജയും ദേവയാനിയൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങോട്ടേക്ക് മുത്തശ്ശനും വന്നപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ രണ്ടുപേരും നേരത്തെ ഇരുന്നത്? അപ്പോൾ കനക പറയാണ്, അവരിരുന്നോട്ടെ സാറേ, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനാണ്. കനകയോട് അടുക്കളയിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തു പറ്റി? അപ്പോൾ ജലജയാണ് പറയുന്നത്, ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് താമസിച്ചു പോയച്ചാ. ഇന്നലെ കിടന്നപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞില്ലേ, ചെയ്യാതിരുന്ന് ജോലി ചെയ്തപ്പോൾ ഏട്ടത്തിക്ക് തലവേദന നടുവേദനയൊക്കെ ആയിരുന്നു. എനിക്ക് മാത്രമല്ല നിനക്കും അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, ഞാനല്ലേ നിന്നെ വന്ന് വിളിച്ചുണർത്തിയേ? ദേവയാനി ജലജയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആദ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും, എന്ന് വെച്ച് മടി പിടിച്ചിരിക്കാൻ പാടില്ല. അതിനുശേഷം മുത്തശ്ശൻ കനകയോട് പറയുന്നുണ്ട്, കനകയെ നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് തെറ്റായിപ്പോയി, ഇവർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഏതായാലും കനക അടുക്കളയിൽ കയറിയതുകൊണ്ട് ഭക്ഷണം തിരക്കേടില്ല. അത് കേട്ടതും ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയാണ് എല്ലാവരുടെയും അഭിപ്രായമെങ്കിൽ ഞങ്ങൾ ഇനി അടുക്കളയിൽ കയറുന്നില്ല.
അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഭക്ഷണം കുറച്ച് മോശമായാലും കുഴപ്പമില്ല, ഇപ്പം തുടർന്ന് പോകുന്നത് പോലെ തന്നെ പോയാൽ മതി, നയനമോള് വരുന്നത് വരെ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവൾ വരുന്നത് വരെ നമുക്ക് മീനാക്ഷിയെ വിളിപ്പിച്ചാലോ അല്ലേ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മീനാക്ഷിയെ പറഞ്ഞു വിട്ടതാരാ? ഈ ഇരിക്കുന്നവളല്ലേ? അപ്പോൾ ദേവയാനി തലയാത്തിയിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇനിയും ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി. മുത്തശ്ശൻ അവസാന വാക്ക് പറയാണ്, എന്നും വരണ്ട, എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നയനമോളുടെ വീടിനടുത്തേക്ക് പോകുന്നുണ്ട്, അവിടെ കുറച്ച് കല്യാണമൊക്കെ വിളിക്കാനുണ്ട്. അപ്പോൾ ആദർശിൻ്റെ ഒരു സന്തോഷം തോന്നുകയാണ്, മിക്കവാറും മുത്തശ്ശനും മടങ്ങി വരുമ്പോൾ അവളെയും കൂട്ടുമായിരിക്കും. അതുപോലെ തന്നെ ജലജ ദേവയാനോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പോകുന്നത് അവളെ വിളിക്കാനായിരിക്കും, എങ്കിൽ രക്ഷപ്പെട്ടു. അത് കേട്ടപ്പോൾ ദേവയാനിക്ക് ഒത്തിരി സന്തോഷമാവാണ്. പെട്ടെന്ന് തന്നെ മുഖം ഭാവമൊക്കെ മാറ്റിയിട്ട് വീണ്ടും പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പോകുന്നതൊക്കെ കൊള്ളാം, തിരിച്ചു വരുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരണ്ട. പെട്ടെന്ന് ആദർശ് പറയാണ്, അല്ല മുത്തശ്ശനും അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിളിച്ചോണ്ട് വരട്ടെ അല്ലേ? എങ്കിൽ നമ്മളായിട്ട് എതിർക്കണ്ട അമ്മേ. അത് കേട്ടതും ദേവയാനി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും എന്ത് തീരുമാനിച്ചാലും നമുക്കതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ആയിക്കോ. അത് കേട്ടപ്പോൾ മുത്തശ്ശനൊക്കെ അവരുടെ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ട്, പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നൊക്കെ ഉള്ളത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നവ്യമോൾ ഇവിടെ? അത് മോൾക്ക് റെസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ മുകളിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തോളാം, കനക പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി ദേവയാനോട് ചോദിക്കുകയാണ്, ജയൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെച്ചോ? അപ്പോഴാണ് ദേവയാനി പരിങ്ങുന്നത്. അപ്പം ജയൻ പറയുന്നുണ്ട്, കനക രാവിലെ അടുക്കളയിൽ കയറിയതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാമെന്ന് കനകയോട് പറഞ്ഞു. അടുക്കള പണി ഏറ്റെടുത്തവർ വെയിൽ തട്ടിയിട്ടല്ലേ എഴുന്നേറ്റത്. ഇതൊക്കെ കേട്ടപ്പോൾ ആദർശം ഒരു കാര്യം മനസ്സിലായി, നയന മടങ്ങി വരാതെ ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും അവസാനിക്കില്ല. ഭഗവാനെ വിഘ്നേശ്വര, ഒരു തടസ്സവും പറയാതെ അവൾ ഇങ്ങോട്ടേക്ക് വരണേ. അല്ല മുത്തശ്ശനും എപ്പോഴാണ് നയനയുടെ വീട്ടിലേക്ക് പോകുന്നേ? ഞങ്ങളുടെ പരിചയക്കാരെ കല്യാണം വിളിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനിടെ സമയം കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ മോള് കൂടെ വരുവാണെങ്കിൽ വരട്ടെ. അത് കേട്ടപ്പം ദേവയാനിക്കും ജലജയ്ക്കും ആദർശിനും ഒക്കെ ഒരു പ്രതീക്ഷയുണ്ട്, നയന കൂടെ വന്നേ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് അവരെല്ലാവരും ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നതും.